നമ്മുടെ തോട്ടത്തിലേക്ക് ഇനി ബാക്കിയുള്ള സ്പേസിലേക്ക് ഇടാൻ പോകുന്നത് യെല്ലോ മഞ്ച് വെറൈറ്റി, അതുപോലെ തന്നെ ഓറഞ്ച് മഞ്ച് വെറൈറ്റി. നമ്മൾ വിത്ത് കുറച്ചു നേരം നനച്ച് വെക്കാനുള്ള പരിപാടിയിലാണ്. കിഴി പോലെ ആക്കിയിട്ട് വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. നമ്മളിത് വീണ്ടും പാടത്തേക്ക് ഇറങ്ങിക്കണ്. വിത്ത് മുളച്ച് വരുന്നുണ്ടാ? മാഷാ അല്ലാ, ഇവിടെ മുളച്ച് വരുന്നത്, ഇത് മുളച്ച് വരുന്നത്, ഇവിടെ മുള പൊട്ടി വരുന്നുണ്ട്. മാഷാ അല്ലാ, ഇവിടെ ഒക്കെ നമുക്ക് കാണുന്നുണ്ട് കേട്ടാ. കഴിഞ്ഞ ഫെബ്രുവരി 17-ാം തീയതി ഇട്ടിട്ടുള്ള വിത്ത് വരുന്നത് ഇന്നേക്ക് 2-ാം ദിവസം. ഈ 2 ദിവസം ആയപ്പോ തന്നെ ഇവിടുന്ന് കണ്ടില്ലേ നമുക്ക് മുളച്ചു വരുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒക്കെ അതൊക്കെ ഒന്നും കൂടി പൊന്തിയിട്ടുണ്ട് കേട്ടാ. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. സൂര്യൻ അവിടെ അസ്തമിക്കാനായിരിക്കുന്നത്. പാടത്തിന്റെ ഒരറ്റത്ത് കൂടി ട്രെയിൻ പോകുന്നു. നമ്മുടെ ഈ പാടത്തിന്റെ അപ്പുറത്ത് വീണ്ടും പാടാണ്. ആ പാടത്തിന്റെ അപ്പുറത്ത് ചെറിയൊരു പുഴ ഉണ്ട്, വാലില്ലാ പുഴ എന്നൊക്കെ പറയും. ആ ഏരിയയിലാണ് നമ്മുടെ സുഹൃത്ത് അക്ബർ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ തണ്ണിമത്തൻ കൃഷിയിടത്തിൽ ഇനി 2 ഏരിയകളിലും പിന്നെ അതുപോലെ തന്നെ ഒരു 4 വിത്തിന്റെ ഒരു ഏരിയയിൽ ഇത്ര ഇനി വിത്തിടാൻ ബാക്കിയുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ വിത്തിടൽ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു തലക്ക് 4 ഇല പരുവത്തിൽ നമ്മുടെ തൈകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു തലക്ക് വിത്തിട്ടത് മുളച്ചു വരുന്നുണ്ട്. പുതിയ സ്ഥലത്ത് നമ്മൾ വിത്തിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാഴ്ചകൾ നാളെ.